എക്സാം പോയിന്റ്. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി ഇരിക്കുകയല്ലേ? സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അപ്പൊ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള റിലേഷൻ എന്ന്, അല്ലെ? എന്തായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻ? യെസ്, ഒരു എക്കണോമിക് ഡാറ്റയെ, എക്കണോമിക് ഫാക്റ്റിനെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് അത് സമ്മറൈസ് ചെയ്യാൻ നമുക്ക് ആരുടെ ഹെൽപ്പ് വേണമായിരുന്നു? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹെൽപ്പ് വേണം, അല്ലേ? സോ എക്കണോമിക്സ് ഇസ് നത്തിങ് വിത്തൗട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ +1 സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്സ്റ്റ് കൊണ്ട് അവര് എന്താണ് ഉദ്ദേശിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ക്യാൻ വി റൈറ്റ് എ റിപ്പോർട്ട്? ഓക്കെ, എങ്ങനെയാണ് നമുക്കൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റുക? എന്താണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മൾ ഇനി വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ PhD ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടാവും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താണ്, നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് പഠിക്കണം. പഠിച്ച ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡാറ്റാസ് കളക്ട് ചെയ്യണം. ഓക്കെ, ആ കളക്ട് ചെയ്ത ഡാറ്റ എല്ലാം ഓർഗനൈസ് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് വെറൈറ്റീസ് ഓഫ് കാര്യങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആസ് എ +1 സ്റ്റുഡന്റ് ഇതിന്റെ ബേസിക് നമ്മൾ പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം കളക്ഷൻ ഓഫ് ഡാറ്റ. അതിൽ എന്തുണ്ട്? ഒരു ഡാറ്റ ഉണ്ട്, അല്ലേ? അതിൽ എന്തുണ്ട്? ഡാറ്റ ഉണ്ട്. എന്താണ് ഒരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് എ ഡാറ്റ? സിംപ്ലി സ്പീക്കിംഗ്, ഇക്കണോമിക് ഫാക്റ്റുകളെ നമ്മൾ ന്യൂമറിക്കൽ ഫാക്റ്റുകളായി മാറ്റുന്നതാണ് ഡാറ്റ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇക്കണോമിക് ഫാക്ട് ഇൻ ടു ന്യൂമറിക്കൽ വാല്യൂസ്. ഫോർ എക്സാമ്പിൾ, ടീച്ചർ പറയുകയാണ്, രാജുവും രാമുവും കൂടെ 10 രൂപയ്ക്ക് 20 മിഠായി വാങ്ങി. റാണിയും സോമനും കൂടെ 20 രൂപയ്ക്ക് 30 മിഠായി വാങ്ങി. ഇതെല്ലാം എന്താണ്? ഇറ്റ് ഓൾ ആർ എക്കണോമിക് ഫാക്ട്. നമ്മള് ഡാറ്റ ആക്കുമ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? രാജുവും രാമുവും എന്നുള്ളത് നമ്മൾ X and Y എന്നാക്കി കൊടുക്കും. ഓക്കെ, 10 റുപ്പീസിന്റെ 20 ചോക്ലേറ്റ്സ് അവർ വാങ്ങി. അപ്പൊ അത് നമ്മൾ ഫ്രീക്വൻസി ആയി കൺവേർട്ട് ചെയ്യും. ഇതെല്ലാമാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ, ഈ ചാപ്റ്ററിലല്ല ഇതിന്റെ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ നമ്മൾ സെന്റൻസ് ബൈ സെന്റൻസ് ആക്കി എഴുതുന്നതിനെ, നമ്മളൊരു ടേബിൾ ഫോർമാറ്റിലൊക്കെ എഴുതുന്നതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡാറ്റാസ് എല്ലാം എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഓക്കെ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. ഇപ്പൊ ടീച്ചർ ഒരു പ്രൊജക്റ്റ് തന്നാൽ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വിക്കിപീഡിയന്നും ബുക്സിന്നും പ്രീവിയസ് ബുക്സ് എന്നൊക്കെ കളക്ട് ചെയ്യും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ ആണ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാന്ന് പഠിക്കാം. എല്ലാവരും റെഡി അല്ലേ പഠിക്കാനായിട്ട്? സോ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് നോക്കാം കേട്ടോ. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഡാറ്റ? ഡാറ്റ കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യനെയർസ് ആൻഡ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും എന്താണ്? മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ്? പൈലറ്റ് സർവേ എന്താണ്? സെൻസസ് ആൻഡ് സാമ്പിളിംഗ് സർവേസ്. സെൻസസ് സർവേസും സാമ്പിളിംഗ് സർവേസും എന്താണ്? മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് മെത്തേഡ്സ് എന്താണ്? സാമ്പിളിംഗ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്താണ്? സെൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് NSSO. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. നമുക്കറിയാം ഇതെല്ലാ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ടോപ്പിക്കൊക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. റിയൽ, അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണ കൊണ്ട് തന്നെ നമുക്കത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. Okay, let's start. What is a variable?
അപ്പോൾ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്കറിയണം എന്താണ് ഒരു വേരിയബിൾ. വാട്ട് ഈസ് എ വേരിയബിൾ? ഇപ്പൊ ടീച്ചർ പറഞ്ഞുതരാം. എക്സ് വൈ, എക്സ് ആൻഡ് വൈ ഒരു വേരിയബിൾ ആണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഫോർ എക്സാമ്പിൾ 2020 ഓക്കെ, ടീച്ചർ എഴുതുക, ജസ്റ്റ് ഒന്ന് എഴുതാം. 2020 1 കിലോ ഓറഞ്ചിന് ഇറ്റ്സ് അറൌണ്ട് ₹60. ഓക്കെ, 60 rupees ആണ് ഓറഞ്ചിന്റെ റേറ്റ്. ഇത് ഓറഞ്ച് കേട്ടോ. ഇതാരാ? ആപ്പിള്. ആപ്പിളിന് 70 rupees ആണ്. 2020 ഓറഞ്ചിന്റെ റേറ്റ് 60യും ആപ്പിളിന്റെ റേറ്റ് 70യും ആണ് എന്ന് വിചാരിക്കാം. 2023 ഓറഞ്ചിന്റെ റേറ്റ് 65ഉം ആപ്പിളിന്റെ റേറ്റ് 85ഉം ആണ്. ക്ലിയർ? അപ്പോ രണ്ട് ഡിഫറെന്റ് ടൈം പീരീഡ് നമുക്ക് കിട്ടിയില്ലേ? 2020യും കിട്ടി, 2023യും കിട്ടി. ഈ രണ്ട് ടൈം പീരീഡിലും റേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്തു? മാറിയല്ലേ? റേറ്റ് ഡിഫറൻസ് വന്നു. ഏതോ ഒരു സാധനത്തിന്റെ റേറ്റില് ഡിഫറൻസ് വന്നു. ഇത് നമ്മുടെ ഡാറ്റയാണ്. ഓറഞ്ചും ആപ്പിളും എന്നുള്ളത് നമ്മുടെ എന്താണ്? ഇറ്റ്സ് അവർ ഡാറ്റ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനില് ഇവിടെ ഡാറ്റ എന്ത് ചെയ്തു? ചേഞ്ച് വന്നു. എനിത്തിങ് ദാറ്റ് ചേഞ്ചസ് ഈസ് നോൺ ആസ് വേരിയബിൾ. ന്യൂമറിക്കൽ വാല്യൂല് ഒരു ചേഞ്ച് വന്നാൽ അതിന് നമ്മൾ വേരിയബിൾ എന്ന് പറയും. അതെന്തായി നിൽക്കില്ല? കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചേഞ്ചസ് ദാറ്റ് ക്യാൻ ബി ന്യൂമറിക്കലി മെഷേർഡ് ഈസ് നോൺ ആസ് വേരിയബിൾ. ഓക്കെ, ന്യൂമറിക്കലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ, ചേഞ്ചസിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ? These variables are denoted by x, y and so on. നമ്മൾ നോർമലി വേരിയബിൾസ് എഴുതുമ്പോൾ x, y അങ്ങനെയാണ് എഴുതുക. ആൻഡ് നമുക്ക് എന്ത് വേണമെങ്കിലും, ഏത് ആൽഫബറ്റ് വേണമെങ്കിലും കൊടുക്കാം. നോർമലി നമ്മൾ എഴുതുന്നത് എക്സ് വൈ എന്നാണ്. എക്കണോമിക്സുകാരൊക്കെ എക്സ് വൈ എന്ന് എഴുതണം. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? എക്സ് വൈ എന്ന് എഴുതുക കേട്ടോ. Then numerical value of the variable is known as observation. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എക്സും വൈയും നമ്മുടെ വേരിയബിൾ ആണ്. എക്സ് ആരാണ്? ഓറഞ്ച് ആണ്. വൈ നമ്മുടെ ആപ്പിൾ ആണ്, അല്ലേ? സോ ഈ ഓറഞ്ചിന്റെയും ആപ്പിളിന്റെയും പ്രൈസസ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവേഷൻ ആണ്. വേരിയബിളിന്റെ ന്യൂമറിക്കൽ വാല്യൂവിനെ നമ്മൾ എന്തെന്ന് പറയും? ഒബ്സർവേഷൻ എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ 3 കാര്യങ്ങൾ പഠിച്ചു, അല്ലെ? വേരിയബിൾ എന്താണ് എന്ന് പഠിച്ചു, വേരിയബിളിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത് എന്ന് പഠിച്ചു, അതേപോലെ എന്താണ് ഒരു ഒബ്സർവേഷൻ എന്നും പഠിച്ചു. അപ്പൊ വേരിയബിൾ എന്താണ്? എനിത്തിങ് ദാറ്റ് ചേഞ്ച്, ന്യൂമറിക്കൽ ചേഞ്ച് ദാറ്റ് വി ക്യാൻ മെഷർ. ആൻഡ് ദീസ് വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയും. വാട്ട് ഈസ് ഇറ്റ്? ഒബ്സർവേഷൻ. ക്ലിയർ ആയില്ലേ? Then, what are the major sources of data? അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് എന്ത് വേണം? ഡാറ്റ വേണം. ഏതൊരു ടോപ്പിക് പഠിക്കണമെങ്കിലും സ്റ്റഡി ചെയ്യണമെങ്കിലും നമുക്കൊരു ഡാറ്റ വേണം. ഡാറ്റ ഈസ് എ നെസസറി സോഴ്സ്, അല്ലെ? അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലൊക്കെ, നിങ്ങളുടെ സറൗണ്ടിങ്സിൽ എത്ര കുട്ടികൾ +1 ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ട്? എന്താണ്? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എത്ര കുട്ടികൾ +1 ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതുമായിട്ട് അങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആദ്യം നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചോദിക്കും, അല്ലെ? നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള നൈബേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കും, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്, അല്ലെ? ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ചോദിക്കും. ചിലപ്പോൾ നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അവരുടെ പാരൻസ്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും. അങ്ങനെ നമുക്ക് ചോദിക്കാൻ പല വഴിയുണ്ട്. ചിലപ്പോൾ നമ്മൾ പോയി ചോദിക്കില്ല, ഫോൺ ചെയ്ത് ചോദിക്കും. ചിലപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? നമ്മൾ അപ്പുറത്തുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കും, അതിൻ്റെ അപ്പുറത്തുള്ള ആ കുട്ടി എന്താണ് പഠിക്കുന്നത്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അല്ലെ? ചിലപ്പോൾ നമ്മുടെ ചേട്ടൻ അറിയുമായിരിക്കും ആ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിക്ക് അറിയുമായിരിക്കും ആ കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പൊ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ വി ഹാവ് ലോട്ട്സ് ഓഫ് സോഴ്സസ്, അല്ലെ? നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്.
ആ സോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2. നമ്മൾ അതിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. അതിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ അഥവാ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതെന്താണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. അപ്പൊ എന്താണ് പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രൈമറി ഡാറ്റ? പ്രൈമറി ഡാറ്റ ഈസ് ദ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. ഇതിനെ നമ്മൾ എന്താണ് പറയുക? ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഡാറ്റ എന്നാണ് പറയുക. വിച്ച് മീൻസ് സ്റ്റഡി ചെയ്യുന്ന ആള്, അതിനെയാണ് നമ്മൾ എന്യൂമറേറ്റർ എന്ന് പറയുന്നത്. എന്താണ് എന്യൂമറേറ്റർ? എന്യൂമറേറ്റർ മീൻസ് എ പേഴ്സൺ ഹു ടേക്ക് ഇന്റർവ്യൂ. എന്യൂമറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു ടേക്സ് ഇന്റർവ്യൂ. ഇപ്പോ ഞാൻ എന്റെ സ്റ്റഡിക്ക് വേണ്ടി നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്യൂമറേറ്റർ ആണ്. ഫൈൻ. അപ്പോ ഒരു എന്യൂമറേറ്റർ ഡയറക്ട്ലി ഡാറ്റ കളക്ട് ചെയ്യണതിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാറ്റ വിച്ച് വാസ് ഡയറക്ട്ലി കളക്റ്റഡ് ബൈ എന്യൂമറേറ്റർ. അതുകൊണ്ട് തന്നെ ഇതിനെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് പറയാം. കാരണം ഞാൻ നേരിട്ട് പോയിട്ട് ചോദിക്കുകയാണ് അല്ലെ, നേരിട്ട് പോയിട്ട് ചോദിക്കണോണ്ട് തന്നെ ഇതിനെ നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് എന്ന് പറയാം. ദീസ് ഡാറ്റാസ് ആർ ഒറിജിനൽ. ഇതെന്താണ്? ഒറിജിനൽ ആണ്. കാരണം നമ്മൾ ഡയറക്ട്ലി പോയിട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ നമുക്ക് ഒറിജിനൽ ആണ് എന്ന് പറയാം. Thus, data collected for the first time are പ്രൈമറി ഡാറ്റ. ഡാറ്റ നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നു. ക്ലിയർ ആയില്ലേ എന്താണ് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നെക്സ്റ്റ് വൺ സെക്കൻഡറി ഡാറ്റ. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈമറി ഡാറ്റ എന്തായിരുന്നു? Yes, that a person or the enumerator directly collecting the data is called primary data. The secondary data means it is the second hand data. ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? It is the second hand data. Second hand data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? The data collected and processed by some other agencies, they are called secondary data. For example, നമുക്ക് ടീച്ചർ ഒരു പ്രൊജക്റ്റ് തന്നു അല്ലേ? നമുക്ക് ടീച്ചർ ഒരു പ്രൊജക്റ്റ് തന്നാൽ ഒബ്വിയസ്ലി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ വേഗം നമ്മൾ ഗൂഗിൾ ചെയ്യൂ അല്ലേ? നമ്മൾ വിക്കിപീഡിയയും ഗൂഗിൾ ക്രോം ഒക്കെ എടുത്ത് അതൊന്ന് എഴുതിയിട്ട് പോകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? സെക്കൻഡറി ഡാറ്റ. When we use the data which was used by some other agency. ഓൾറെഡി വേറെ ആരെങ്കിലും ചെയ്ത ഡാറ്റാസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്ത ഇൻവെസ്റ്റിഗേഷൻസോ അതിന്റെ ബേസിസിലാണ് നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഡാറ്റ അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാ? ന്യൂസ് പേപ്പേഴ്സ് അല്ലെ? നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പർ എന്താ? നമ്മൾ ഡയറക്ട്ലി പോയിട്ട് എഴുതി വായിക്കുകയാണോ? അല്ല, ഇറ്റ് ഈസ് എ സെക്കൻഡറി ഡാറ്റ. പബ്ലിഷ്ഡ് ബുക്സ്, നമ്മൾ വായിക്കുന്ന ബുക്സ് അല്ലെ? നമ്മൾ ഡയറക്ട്ലി എഴുതുകയാണോ? അല്ല, ആരോ എഴുതിയത് നമ്മൾ വായിക്കുകയാണ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ സെക്കൻഡറി ഡാറ്റ. സോ what are the major differences between secondary data and primary data? Primary ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? പ്രൈമറി ഡാറ്റ എന്താ പറയണേ? collects data directly. പ്രൈമറി ഡാറ്റയില് ഡാറ്റ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? വി ആർ കളക്ടിങ് ദ ഡാറ്റ ഡയറക്ട്ലി നമ്മൾ കളക്ട് ചെയ്യാണ്. Data collection is expensive and more time consuming. അല്ലെ? ഇവിടെ ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ്? എക്സ്പെൻസീവ് ആണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് മോർ ടൈം കൺസ്യൂമിങ്. കൂടുതൽ സമയം കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. Then third one എന്താ പറയണത്? ഡാറ്റ കളക്ഷൻ റിക്വയേഴ്സ് എക്സ്പീരിയൻസ്ഡ് എന്യൂമറേറ്റേഴ്സ്. കാരണം
ഇവിടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്ട്ലി പോയിട്ടാണ്. അപ്പൊ ഡയറക്ട്ലി പോയിട്ട് ചോദിക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്യൂമറേറ്റേഴ്സ് നമുക്ക് വേണം. Personal prejudices and biases of enumeration will affect primary data. ഇപ്പൊ 2 വീട്ടിൽ നമ്മൾ പോയി, 3-ാമത്തെ വീട്ടിൽ നമ്മൾ പോയിട്ട് നമുക്ക് തന്നെ ഇഷ്ടമുള്ള പോലെ നമ്മൾ എന്ത് ചെയ്തു? ടിക്കിട്ടു. നമ്മുടെ സർവേയിൽ ടിക്കിട്ട് കഴിഞ്ഞാൽ അതെന്താണ്? നമ്മുടെ ഇഷ്ടത്തിന് അത് മാറ്റി. അപ്പൊ ബയസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രേഡ് ഗെറ്റ്സ് ന്യൂ ആൻഡ് ടൈം ബൗണ്ട് ഡാറ്റ. ഇതിന്റെ പ്രൈമറി ഡാറ്റയുടെ ഒരു ഉപയോഗം എന്താണ്? നമുക്ക് കറക്റ്റ് ആയിട്ട് റിസന്റ് ഡാറ്റാസ് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ആസ് കമ്പയറിംഗ് ടു ദ പ്രൈമറി ഡാറ്റ വിത്ത് സെക്കൻഡറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്തൊക്കെയാണ് നോക്കാം. അപ്പൊ പ്രൈമറി ഡാറ്റയിൽ വി ആർ കളക്ടിങ് ദ ഡാറ്റ ഡയറക്ട്ലി ആണ്. പക്ഷെ സെക്കൻഡറി ഡാറ്റയിൽ എന്താണ്? വി ആർ യൂസിങ് ദ ഡാറ്റ already which was used by an agency. ഏതെങ്കിലും ഒരു ഏജൻസി യൂസ് ചെയ്ത ഡാറ്റ ആയിരിക്കും നമ്മൾ സെക്കൻഡറി ഡാറ്റയിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക, അല്ലെ? ന്യൂസ് പേപ്പേഴ്സ്, പബ്ലിഷ്ഡ് ബുക്സ് ഒക്കെ എക്സാമ്പിൾ. ഇവിടെ എന്താ? ഡാറ്റ കളക്ഷൻ എക്സ്പെൻസീവ് ആണ്, കാരണം നമ്മൾ ഓരോ വീട്ടിലും പോയിട്ട് ചോദിക്കണം, അല്ലെ? അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ്ങും ആണ്, അല്ലെ? നമ്മൾ ഓരോ വീട്ടിലും പോയി ചോദിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ടൈം ആൻഡ് കോസ്റ്റ് സേവിങ് ആണ്. നമുക്ക് സമയവും കളയണ്ട, കാശും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. സോ ടൈമും കോസ്റ്റും ഇവര് സേവ് ചെയ്യും, സെക്കൻഡറി ഡാറ്റ സേവ് ചെയ്യും. പിന്നെ പ്രൈമറി ഡാറ്റയിൽ എന്താണ്? എക്സ്പീരിയൻസ്ഡ് എന്യൂമറേറ്റേഴ്സ് വേണം, അല്ലെ? കാരണം ഡയറക്റ്റ് പോയിട്ട് ചോദിക്കുകയാണ്. സോ വാട്ട് വി നീഡ് ഇസ് എക്സ്പീരിയൻസ്ഡ് എന്യൂമറേറ്റേഴ്സ്. പക്ഷെ ഇവിടെ എന്താണ്? നോ സച്ച് എന്യൂമറേറ്റേഴ്സ് ആർ റിക്വയർഡ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു എന്യൂമറേറ്റേഴ്സിന്റെ ആവശ്യം ഇല്ല. ദെൻ പേഴ്സണൽ, ഇവിടെ നമുക്ക് എന്താണ്? പേഴ്സണൽ പ്രിജുഡിസസിനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ? പക്ഷെ ഇവിടെ എന്താണ്? പേഴ്സണൽ പ്രിജുഡിസസ് ഒന്നും എഫക്ട് ചെയ്യപ്പെടുന്നില്ല. ഇറ്റ് വിൽ നോട്ട് എഫക്ട്. ഇവിടെ എന്താണ്? നമുക്ക് പുതിയ ഡാറ്റാസ് കിട്ടും. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ആൻഡ് റിസന്റ് ഡാറ്റാസ് ആയിരിക്കും. പക്ഷെ സെക്കൻഡറി ഡാറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആരെങ്കിലും പബ്ലിഷ് ചെയ്ത ഡാറ്റാസ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഔട്ട്ഡേറ്റഡ് ഡാറ്റ. അത് എങ്ങനത്തെ ഡാറ്റ ആയിരിക്കും? ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് സ്യൂട്ടബിൾ ആയിരിക്കില്ല, നമ്മുടെ കറക്റ്റ് സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കില്ല. സോ ദർ ഹാപ്പൻസ് ആൻ അൺസ്യൂട്ടബിൾ ഡാറ്റ ചാൻസ്. അവിടെ ഒരു അൺസ്യൂട്ടബിൾ ഡാറ്റ ചാൻസിന് സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. അപ്പൊ മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദ എന്യൂമറേറ്റർ ദാറ്റ് ഡയറക്ട്ലി കളക്ടിങ് ദ ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? The enumerator is not directly collecting, indirectly അല്ലെങ്കിൽ പബ്ലിഷ്ഡ് ബുക്സ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ പറയുന്നത്, അല്ലെ? ഡാറ്റ വിച്ച് വാസ് പബ്ലിഷ്ഡ് ബൈ സം അതർ ഏജൻസീസ്, വേറെ ഏതെങ്കിലും ഏജൻസീസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ. ഇതിൽ തന്നെ നമുക്ക് പ്രൈമറി ഡാറ്റയും ഉണ്ട്, സെക്കൻഡറി ഡാറ്റയും ഉണ്ട്. വാട്ട് ഈസ് പ്രൈമറി ഡാറ്റ? ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്, അതേപോലെ എക്സ്പീരിയൻസ്ഡ് എന്യൂമറേറ്റർ വേണം. പക്ഷെ നമുക്ക് ഔട്ട്ഡേറ്റഡ് അല്ലാത്ത ന്യൂ രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ഇതിൽ കിട്ടും. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ്? ടൈം സേവിങ്ങും കോസ്റ്റ് സേവിങ്ങും ആണെങ്കിലും ചിലപ്പോൾ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം സേവ് ചെയ്യാതെ, അല്ലെ? ഓക്കെ, നമുക്ക് വേണ്ട ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുക. അപ്പൊ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ? ഓക്കെ, ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പൊ ആ ടോപ്പിക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഇത്ര നേരം എന്തൊക്കെ പഠിച്ചു? എന്താണ് ഡാറ്റ എന്ന് പഠിച്ചു, വേരിയബിൾ എന്താണ് എന്ന് പഠിച്ചു, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും എന്താണ് എന്ന് പഠിച്ചു, അതേപോലെ തന്നെ അവർ തമ്മിലുള്ള മേജർ ഡിഫറൻസസും പഠിച്ചു. Is it clear? Next one, what is survey? Survey എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഡെയിലി നമുക്ക് നമ്മുടെ വീട്ടിൽ ഒക്കെ ഡെയിലി അല്ലെങ്കിലും ഒരു മന്ത്ലി ഒക്കെ നമ്മൾ വില്ലേജിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് എന്തിനു വരാറുണ്ട്? സർവേക്ക് വരാറുണ്ട്, അല്ലെ? ചിലപ്പോൾ വലിയ കോളേജിലെ ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ എന്തിനു വരാറുണ്ട്? സർവേക്ക് വരാറുണ്ട്. എന്താണ് അപ്പൊ സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, അല്ലെ? അതിനെയാണ് നമ്മൾ സർവേ എന്ന് പറയുന്നത്.
ഈ സർവേയിൽ അവരുടെ സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരു ക്വസ്റ്റ്യൻസ് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് വന്നിട്ട് നമ്മുടെ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ആ ഡാറ്റ അവർ കളക്ട് ചെയ്യും. So what does a survey means? Gathering informations from individual. ഓരോ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, സോ മെത്തേഡ് ഓഫ് ഗാദറിംഗ് ഇൻഫർമേഷൻ ഫ്രം ഇൻഡിവിജ്വൽ ഈസ് നോൺ ആസ് സർവേ. ക്ലിയർ ആയില്ലേ? എന്താണ് സർവേ? ഇൻഫർമേഷൻ ദാറ്റ് വി ആർ കളക്ടിങ് ഫ്രം ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ്. സോ പ്രിപ്പറേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, എങ്ങനെയാണ് നമുക്ക് സർവേ? അപ്പൊ ഈ സർവേക്ക് എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? നമ്മുടെ പ്രൈമറി ഡാറ്റയുടെ എക്സാമ്പിൾ ആണ് അല്ലെ. നമുക്കൊരു പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ വി വാണ്ട് ടു യൂസ് ദ മെത്തേഡ് ഓഫ് സർവേ മെത്തേഡ്സ് ഒക്കെ നമുക്ക് വേണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സർവേ ചെയ്യാൻ പറ്റുക? എങ്ങനെയൊക്കെയാണ് സർവേ എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം കേട്ടോ. The commonly used instrument in the survey is the questionnaire or interview schedule. റൈറ്റ്? എന്താണ്? സർവേ ചെയ്യാനായിട്ട് നോർമലി നമുക്ക് 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ആദ്യത്തെ മെത്തേഡ് ഏതാണ്? ക്വസ്റ്റ്യനെയർ മെത്തേഡ് ആണ്, അഥവാ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ ആണ്. ക്വസ്റ്റ്യനെയർ ഓർ ഇന്റർവ്യൂ ഷെഡ്യൂൾ. A questionnaire or interview schedule is a list of question. ക്വസ്റ്റ്യനെയറും ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്താണ്? It is a list of questions. ഓക്കെ, ഒരു കൂട്ടം ക്വസ്റ്റ്യൻസിന്റെ ഒരു ലിസ്റ്റ് ആണ്. പ്രിപ്പയർഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? എന്യൂമറേറ്റർ തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്ററും. പെർട്ടൈനിങ് ടു ആൻ എൻക്വയറി. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് അറിയാനായിരിക്കും, എൻക്വയർ ചെയ്യാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? സർവേ നടത്തുക. അപ്പൊ അത് ചെയ്യാൻ താല്പര്യമുള്ള ആളെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ അഥവാ എന്യൂമറേറ്റർ എന്ന് പറയും. അദ്ദേഹം എന്ത് ചെയ്യും? കുറേ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെക്കും. അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. സോ സർവേ നമുക്ക് എടുക്കാൻ നമുക്കുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ക്വസ്റ്റ്യനെയർ ഓർ ഇന്റർവ്യൂ ഷെഡ്യൂൾ. ദിസ് ക്വസ്റ്റ്യൻ ഓർ ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ദീസ് ക്വസ്റ്റ്യൻസ് ആർ പ്രിപ്പയർഡ് ബൈ, ആരായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക? ബൈ ഇൻവെസ്റ്റിഗേറ്റർ. ഇൻവെസ്റ്റിഗേറ്റർ ആണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ദെൻ pertaining to an inquiry. ഓക്കെ, ആ അദ്ദേഹത്തിന്റെ പഠനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ? അപ്പൊ നമ്മൾ ഒരാളുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അല്ലെ, നമുക്കൊരു കാര്യത്തെ കുറിച്ച് അറിയണം. അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്നു, നമ്മുടെ കയ്യിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു 30 ക്വസ്റ്റ്യനും കൊണ്ട് ഒരു ക്വസ്റ്റ്യനെയർ ബുക്കുമായിട്ട് നമ്മൾ ചെന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യനെയർ, ഒരു നല്ല ക്വസ്റ്റ്യനെയറിന്റെ ബാങ്ക് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നോക്കാം. ഇതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പാർട്ടിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. വെയിറ്റേജ് കൂടുതലുള്ള ഒരു ലെസൺ ആണ് കേട്ടോ ഇത്. ആദ്യത്തെ എന്താ അവര് പറയണേ? ക്വസ്റ്റ്യനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം വലിയതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. എപ്പോഴും പ്രിസൈസ്ഡ് ഫോമിൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇഷ്ടം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിലും വലിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ഫോർ us അല്ലെ അത് മനസ്സിലാക്കി എടുക്കാൻ. ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളും എന്ത് ചെയ്യുക? താല്പര്യപ്പെടാം. സോ ക്വസ്റ്റ്യനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്. ക്വസ്റ്റ്യനെയർ എന്താവരുത്? ഒരുപാട് വലുതാവരുത്. There should be a minimum number of questions as far as possible. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിട്ട് ഒരു 150 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. സോ ക്വസ്റ്റ്യൻസ് ലോങ്ങും ആവരുത്, അതേപോലെ നമ്പേഴ്സും എന്താവണം? ചുരുക്കണം. ഓക്കെ, ഇപ്പൊ ഒരു 30 ക്വസ്റ്റ്യൻ 35 ക്വസ്റ്റ്യൻ ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഒരു 50, 55, 60ലേക്കൊന്നും പോവരുത്. ക്ലിയർ? Then lengthy questions discourages respondent from completing the. അപ്പൊ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ അതിന് ആൻസർ ചെയ്യാൻ അല്ലെ, അതൊക്കെ ഡിസ്കറേജ് നമുക്കത് തോന്നില്ല ആൻസർ ചെയ്യാനായിട്ട്, നമ്മളെ ഡിസ്കറേജ് ചെയ്യും. സോ ഫസ്റ്റ് വൺ ഈസ് ദ ക്വസ്റ്റ്യനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്. അത് നമ്പറിന്റെ കേസിലാണെങ്കിലും സെന്റൻസിന്റെ കേസിലാണെങ്കിലും. ക്ലിയർ ആയില്ലേ? Then second one, question should move from general to specific. For example, നമുക്ക് അറിയേണ്ടത്
നമ്മുടെ വീട്ടില് ലൊക്കാലിറ്റിയില് +1 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എത്ര പേരുണ്ട് എന്നാണ്. അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ +1 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് ചോദിക്കണ ഉത്തരം പറയുന്ന ആൾക്ക് റെസ്പോണ്ടന്റിന് എന്താണ് ഇഷ്ടാവില്ല അല്ലെ. അപ്പൊ ആൻസർ പറയുന്ന ആളെ നമ്മള് റെസ്പോണ്ടന്റ് എന്നാണ് പറയുക കേട്ടാ. റെസ്പോണ്ടന്റിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ജനറലിൽ നിന്നും സ്പെസിഫിക് ആക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വീട്ടിൽ പോയി. അപ്പൊ ആദ്യം നമ്മൾ അവരുടെ അടുത്ത് എന്ത് ചോദിക്കാം? നെയിം ചോദിക്കാം, ഓക്കെ, പേര് ചോദിക്കാം, ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ചോദിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് എത്ര കുട്ടികളുണ്ട്, ഇതിൽ എത്ര പേർ സ്കൂളിൽ പോകുന്നു, ഓക്കെ, ഈ സ്കൂളിൽ പോകുന്നതിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു, +1 ഏത് പഠിക്കുന്നു, അങ്ങനെ ചോദിക്കാം. അപ്പൊ ജനറലിൽ നിന്നും സ്പെസിഫിക് ആവണം. In order the question should be such as it moves from general to specific one, it makes the respondents feel comfortable. അപ്പൊ ജനറലിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് പോകുമ്പോൾ the respondent will be more comfortable. ഇവിടെ റെസ്പോണ്ടന്റ് എന്തായിരിക്കും? കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. rather than going and asking them the direct question. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാതെ നമ്മൾ ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ റെസ്പോണ്ടന്റ് അതില് ഹാപ്പി ആയിരിക്കും, കംഫർട്ട് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? Then third one എന്താ പറയണത്? Question should be precise and clear. Questions എന്താവണം? പ്രിസൈസും ക്ലിയറും ആവണം. ചെറിയ ക്വസ്റ്റ്യൻസ് ആവണം, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ആവണം. ചിലപ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്തിരിക്കണ ആളുടെ അടുത്ത് ചോദിക്കും അല്ലെ. ഒരു അപ്ലിക്കേഷൻ ഫോമിലൊക്കെ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആവില്ല. പക്ഷെ ചില അപ്ലിക്കേഷൻ ഫോംസിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോൾ we want to make sure that the question is in precise form and it should be clear. അത് വായിച്ചു കഴിഞ്ഞാൽ the respondentന് ഒരു രീതിയിലുള്ള കൺഫ്യൂഷൻസോ കോംപ്ലിക്കേഷൻസോ ഉണ്ടാവരുത്. ക്ലിയർ? So the question should be to the point with clarity. ക്ലാരിറ്റിയോട് കൂടി വേണം നമ്മൾ ചോദിക്കാൻ. +1 എത്ര പേര് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നു എന്നത് നമ്മൾ വളരെ ക്ലാരിറ്റിയോട് കൂടി ചോദിക്കണം. അല്ലെങ്കിൽ അവർ ഉത്തരത്തിൽ കൊമേഴ്സും സയൻസും കമ്പ്യൂട്ടർ സയൻസും അങ്ങനെ പല സ്കൂൾസും സബ്ജക്ട്സും ഒക്കെ കയറി വരും. സോ ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ക്ലിയർ, പ്രിസൈസ് വിത്ത് ക്ലാരിറ്റി. റെസ്പോണ്ടന്റിന് എന്തുണ്ടാവരുത്? കോംപ്ലിക്കേഷൻസ്. റെസ്പോണ്ടന്റിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവരുത്. കോംപ്ലിക്കേഷൻസ് പാടില്ല. Fine. Then question should not be ambiguous, which means the question should enable the respondent to answer quickly, correctly and clearly. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതും തന്നെ റെസ്പോണ്ടന്റിന് അത് വേഗം ക്വിക്ലി, ക്ലിയർലി ആൻഡ് കറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാൻ പറ്റണം. അല്ലാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങനെ പറയരുത്. ഓക്കെ, ചിന്തിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം കൊടുക്കും, അപ്പൊ ഡാറ്റ ചിലപ്പോൾ തെറ്റും. സോ ഒരു ക്വസ്റ്റ്യൻ കേട്ടതും തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റണ പോലുള്ള ക്ലിയർ കട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. Then question should not have double negative. നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചോദിക്കരുത്. ഓക്കെ, do not begin questions with wouldn't you, don't you, as they may result in biased responses. നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലേ? അങ്ങനെ ചോദിക്കരുത്. യെസ് ഓർ നോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, യെസ് ഓർ നോ, നിങ്ങൾ അത് അങ്ങനെ ചെയ്യില്ലേ? സോ അങ്ങനെ ഡബിൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ, വുഡ് നോട്ട് യു, ഡസന്റ് യു, ഡോണ്ട് യു എന്നൊന്നും നമ്മൾ ചോദിക്കരുത്. ഡബിൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഫൈൻ. ദെൻ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ലീഡ് ടു ആൻസർ. നമ്മുടെ ചോദ്യത്തിൽ നിന്നും തന്നെ ഉത്തരം നമ്മൾ തന്നെ പറയരുത്. അപ്പൊ ഇവിടെ +1 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്ന് ഞാൻ കേട്ടു, അങ്ങനെയൊന്നും പറയരുത്. ഫൈൻ. ക്വസ്റ്റ്യൻ ചോദിക്കുക, മിണ്ടാതിരിക്കുക, ആൻസർ അവര് പറയാ. അല്ലാതെ ചോദ്യത്തിൽ നിന്നുമുള്ള ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തരുത്. ചോദ്യത്തിൽ നിന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തരുത്. A question which gives a clue about how the respondent should answer is to be avoided. എങ്ങനെ റെസ്പോണ്ടന്റ് അതിന് ആൻസർ ചെയ്യണം എന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കരുത്, അത് അവരാണ് ചെയ്യേണ്ടത്. Question should not indicate alternative to the answer.
ഓക്കെ, ഡബിൾ ആൻസർ വരുന്ന പോലത്തെ ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിക്കരുത്. വാട്ട് വുഡ് യു ലൈക്ക് ടു ബിക്കം ആഫ്റ്റർ യുവർ സ്റ്റഡീസ്, ഗോ ഫോർ എ ജോബ് ഓർ ബി എ ഹൗസ് വൈഫ്? ഇങ്ങനെ ഒരു ഡബിൾ ഓൾട്ടർനേറ്റീവ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്. അവര് പറയണം, ഇപ്പോ വാട്ട് വുഡ് യു ലൈക്ക് യു ടു ബിക്കം ആഫ്റ്റർ യുവർ സ്റ്റഡീസ്. ഓക്കെ, സ്റ്റഡീസ്, ഗോ ഫോർ എ ജോബ് ഓർ ബി എ വൈഫ്. ഇതെന്താണ്? ഡബിൾ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനെയർ പ്രിപ്പറേഷൻസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം എന്താ പറഞ്ഞത്? സർവേ പറഞ്ഞു. സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ മെത്തേഡ്. അപ്പൊ ക്വസ്റ്റ്യനെയർ മെത്തേഡ് ഇൻവെസ്റ്റിഗേറ്റർ ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഇതിൽ നമുക്ക് സ്റ്റെപ്സ് ഉണ്ട് അല്ലെ? ദാറ്റ് സ്റ്റെപ്സ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. 5-6 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്സ് എന്തായിരുന്നു? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ലോങ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും പ്രിസൈസ്ഡ് ഫോംസിൽ വേണം, സെന്റൻസും വലുതാവരുത്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ക്വസ്റ്റ്യൻസ് ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഓക്കെ, കോമൺ ക്വസ്റ്റ്യൻസിൽ നിന്നും വേണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, ഡയറക്ട്ലി ചോദിക്കരുത്. ദെൻ ക്വസ്റ്റ്യൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി വേണം നമ്മൾ ചോദിക്കാൻ. ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി ambitious, which means ക്ലിയർ കട്ട് ആൻസർ ക്വിക്ലി റെസ്പോണ്ടന്റിന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് ഓൾട്ടർനേറ്റീവ് ടു ദ ആൻസർ. ഡബിൾ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചോദിക്കരുത്. ഫൈൻ. ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ഹാവ് ഡബിൾ നെഗറ്റീവ്. ഓക്കെ, വുഡിന്റ് ഡു, ഡസന്റ് ഡു എന്നുള്ള ഡബിൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ലീഡ് ടു ആൻസർ. നമ്മുടെ ചോദ്യം ആൻസറിലേക്ക് വഴിതിരിക്കരുത്. സോ അങ്ങനെ ഒരു 7 സ്റ്റെപ്സ് ആണ് നമുക്ക് എന്തിലുള്ളത്? ഹൗ ക്യാൻ prepare a questionnaire? How can we prepare questionnaire? What are the steps we want to remember while preparing a questionnaire എന്നുള്ളത്. ഓക്കെ, അപ്പൊ സർവേ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മെത്തേഡ് ആണ് ക്വസ്റ്റ്യനെയറും ക്വസ്റ്റ്യനെയറിന്റെ സ്റ്റെപ്സും. ക്ലിയർ ആയില്ലേ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനെയർ എന്നുള്ളത്? ഓക്കെ, സോ വാട്ട് ആർ ദ 2 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യനെയർസ്? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനെയറും അതിന്റെ സ്റ്റെപ്സും പറഞ്ഞു അല്ലെ? ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് 2 രീതിയിൽ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് yes or no അല്ലെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? വലിയ രീതിയിൽ ആൻസർ ചെയ്യണ പോലെ അല്ലെ, ഒരു സെന്റൻസിലൊക്കെ ആൻസർ ചെയ്യണ പോലെയും നമുക്ക് ചോദിക്കാം. സോ അതിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് വേഴ്സസ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്, ഫൈൻ, ഓർ 2 മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്താണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്? ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 2 ക്വസ്റ്റ്യൻ ഓർ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻസോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസോ ഉണ്ടാവും. അതിന്റെ പേരെന്താണ്? ക്ലോസ് എൻഡഡ് എന്നാണ് അല്ലെ? ക്ലോസ് എൻഡഡ് മീൻസ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് yes or no. നമുക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് പോവണ്ട. ദാറ്റ് ഈസ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ? ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ഈസ് ദ yes or no questions. അങ്ങനെയാണ് നമ്മൾ പറയുക. എന്താണ്? yes or no questions. Are you male or female? Are you female? No. Are you male? No. Or are you female? Yes. Are you male? Yes. Yes or no questions. Clear? Are you whether you completed your SSLC? Yes or no? Yes. Whether you completed your +2? No. Are you humanities student? Yes. So these are close-ended questions. Close-ended questions means here questions are closely related. The only option is to say yes or no. Simple ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് close-ended question. So what is open-ended question? Here the respondent is openly speak. Okay, ഇവിടെ respondent can openly speak ചെയ്യാനായിട്ട് പറ്റും. These are descriptive type of questions. ഇത് എന്ത് questions ആണ്? These are descriptive types of questions. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറയാം. ഫൈൻ. സോ ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യനെയർ is normally classified into open-ended and close-ended. What is close-ended? Yes or no question. Open-ended, that is descriptive question. Fine.
What are the methods for collecting primary data? നമുക്കറിയാം സെക്കൻഡറി ഡാറ്റയുടെ മെത്തേഡ് ന്യൂസ് പേപ്പേഴ്സ്, പബ്ലിഷ്ഡ് ഡാറ്റ, വിക്കിപീഡിയ, ഗൂഗിൾ ക്രോം, റെഫറൻസ് ബുക്ക്, അങ്ങനത്തെയൊക്കെയാണ്. പബ്ലിഷ്ഡ് ഡാറ്റാസ് ഓഫ് ദ ഗവൺമെന്റ്, അങ്ങനത്തെയൊക്കെയാണ് അല്ലെ. അപ്പോൾ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ, പ്രൈമറി ഡാറ്റ നമുക്ക് എങ്ങനെയൊക്കെ കളക്ട് ചെയ്യാമെന്ന് നോക്കാം. മെയിൻലി നമുക്ക് 3 മെത്തേഡ് ആണ് ഉള്ളത്. വി ഹാവ് മെയിൻലി 3 മെത്തേഡ്സ്. The first method is personal interviews. That is, എനിക്ക് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഐ ആം പേഴ്സണലി ടേക്കിംഗ് ഇന്റർവ്യൂ ഫ്രം എ ഇൻഡിവിജ്വൽ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് പേഴ്സണലി ഇന്റർവ്യൂ കളക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. സപ്പോസ് എനിക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ട ആള് ബാംഗ്ലൂരോ ദുബായോ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ വാട്ട് ഐ ക്യാൻ ഡു, ഐ ക്യാൻ മെയിൽ മൈ ക്വസ്റ്റ്യനെയർ. ഞാൻ ഉണ്ടാക്കി വെച്ച ക്വസ്റ്റ്യനെയർ ഞാൻ എന്ത് ചെയ്യും, മെയിൽ ചെയ്യും. ദെൻ ടെലിഫോൺ ഇന്റർവ്യൂസ്. ടെലിഫോൺ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ഫോൺ ചെയ്തിട്ടും ചോദിക്കാം. ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പ്രൈമറി മെത്തേഡ്. That I am the enumerator or the invigilator, that I am taking data for my purposes. So what are the 3 methods of primary data collection? First one is personal interviews, and second one is mailing questionnaire, and third one is telephonic interviews. So ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ പേഴ്സണൽ ഇന്റർവ്യൂസ് അല്ലെ. നമുക്കറിയാം ക്ലിയർ ആയിട്ട് ഈ ഇമേജിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ. ഡയറക്ട്ലി ഇൻവെസ്റ്റിഗേറ്റർ പോകുന്നു, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ആൻസർ കിട്ടുന്നു, ചോദിക്കുന്നു. ദ ഇൻവെസ്റ്റിഗേറ്റർ കണ്ടക്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ. ഇവിടെ നമ്മൾക്ക് കാണാതിരിക്കുന്നില്ല. വി ആർ കണ്ടക്ടിങ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ്, ക്ലിയർ, വിത്ത് ദ റെസ്പോണ്ടൻസ്. റെസ്പോണ്ടൻസുമായിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ദെൻ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ. മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നുണ്ടോ, ഇല്ല. നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ ഷെഡ്യൂള് വി ആർ മെയിലിംഗ് ത്രൂ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മെയിൽ ചെയ്യാം. നമ്മുടെ മെയിൽ വഴി മെയിൽ ചെയ്യാം, ഇന്റർനെറ്റ് ഓവർ ദ പോസ്റ്റ്, എങ്ങനെ വേണമെങ്കിലും നമ്മൾ മെയിൽ ചെയ്യാം. ഫൈൻ. So under this method, a list of questions pertaining to the interview is prepared. ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. ആൻഡ് സെൻഡ് ടു വേരിയസ് ഇൻഫോർമന്റ് ബൈ പോസ്റ്റ്. പോസ്റ്റിൽ വഴി നമ്മൾ വേരിയസ് റെസ്പോണ്ടൻസിന് അത് അയക്കുന്നു. A request is made to them through cover letter to fill up the questionnaire and send it back within a specified time. നമ്മൾ പറയുകയാണ്, ഞാനാണ് ഇന്റർവ്യൂവർ, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കുറച്ച് പേർക്ക് ഇതൊക്കെ അയക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ആണ് അല്ലെ. ഞാൻ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യനെയർ അയച്ചിട്ട് ഞാൻ പറയുകയാണ്, മാർച്ച് 31 ആകുമ്പോഴേക്കും ഇതെനിക്ക് തിരിച്ച് സെൻഡ് ചെയ്ത് തരണം, ഫില്ല് ചെയ്തിട്ട് എന്ന് പറയാണ്. നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫോം കൊണ്ട് തരും അല്ലെ. എന്നിട്ട് പറയും 2 ദിവസത്തിൽ ഫില്ല് ചെയ്ത് തരണം, നാളെ ഫില്ല് ചെയ്ത് തരണം എന്നൊരു ടൈം പീരീഡും വെക്കും. ഇതിനെയാണ് നമ്മൾ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചർ തരുന്നത് മെയിലിംഗ് അല്ല, ഡയറക്ട്ലി ആണ്. നമ്മൾ വേറൊരു വഴി കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മെയിലിംഗ്. അപ്പൊ 2 മെത്തേഡ് പഠിച്ചു. പേഴ്സണൽ ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇൻവെസ്റ്റിഗേറ്റർ ഇസ് ടേക്കിംഗ് ഇന്റർവ്യൂ പേഴ്സണലി, ഫേസ് ടു ഫേസ് ആണ്. ഇവിടെ എന്താണ് നമ്മുടെ മെയിലിംഗില്, ദാറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആ ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ സെൻഡിങ്, നമ്മളത് കൊടുക്കുന്നു. ആർക്കാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, ഫോർ ദ റെസ്പോണ്ടൻസ്. എന്നിട്ട് ആസ്ക് ദം ടു സെൻഡ് ദം ബാക്ക്, അത് തിരിച്ചയക്കാൻ പറയും ഒരു സ്പെസിഫിക് ടൈമില്. ദെൻ ടെലിഫോണിക് ഇന്റർവ്യൂസ്. ടെലിഫോണിക് ഇന്റർവ്യൂസ് ഇപ്പൊ നമുക്കറിയാം, ചിലപ്പോൾ നമ്മളുടെ ഫോണിലേക്കോ നമ്മുടെ പാരന്റ്സിന്റെ ഫോണിലേക്കൊക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂസ് എടുക്കാറുണ്ട് അല്ലെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഡാറ്റ കിട്ടുകയാണെങ്കിൽ ട്യൂഷൻ വേണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ടെലിഫോണിക് ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് the investigator asks questions over the telephone and collect information. അപ്പോൾ ഒരു ടെലിഫോൺ വഴി നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് കൊടുത്താൽ മതി. ഈ 3 മെത്തേഡാണ് നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്തൊക്കെയാണ് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്? പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മെയിലിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, telephonic questions. So what is personal questions? That is face to face questions. Mailing questions, we are mailing the questions for the respondent and ask them to send them back after filling the form on a
specified time period. Then telephonic interview, by calls we are collecting informations. So clear ആയില്ലേ? ഡാറ്റ മെത്തേഡ്, പ്രൈമറി ഡാറ്റ മെത്തേഡിന്റെ ഈ 3 സ്റ്റെപ്പ് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, ഈ 3 മെത്തേഡിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കമ്പാരിസണും ഒക്കെ നോക്കാം കേട്ടോ. So what are the advantages of personal interviews? Personal interview നടത്തുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് തന്നെ പറയാം അല്ലെ? എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളത്? എന്തൊക്കെയാണ്? ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ് അല്ലെ? നമ്മൾ ഡയറക്ട്ലി പോയിട്ട് ചോദിക്കണോണ്ട് തന്നെ എല്ലാവരും ആൻസർ ചെയ്യും. റെസ്പോൺസ് കൂടുതലായിരിക്കും, ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ് ആയിരിക്കും. ഇപ്പൊ സപ്പോസ് നമ്മുടെ സ്കൂളിൽ ടീച്ചർ നമ്മുടെ ലീഡറിനെ ഒരു കാര്യം ഏൽപ്പിച്ചു. ലീഡർ അത് എന്ത് ചെയ്യാണ്? നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കണം, നാളെ ഇതെല്ലാവരും പറയണം എന്ന്. ചിലപ്പോൾ നമുക്ക് അത്ര റെസ്പോൺസ് നമ്മൾ ചെയ്യില്ല. പക്ഷെ നമ്മുടെ ക്ലാസ് റൂമിൽ ഡയറക്ട്ലി ഇരിക്കുമ്പോഴാണ് ലീഡർ ഇത് പറയണമെങ്കിലോ നമ്മളെല്ലാവർക്കും ഹൈ റെസ്പോൺസ് ആയിരിക്കും അല്ലെ? സോ ദിസ് ഈസ് വാട്ട് വി കോൾഡ് ആസ് ഹൈയസ്റ്റ് റെസ്പോൺസ് റേറ്റ്. കാരണം നമ്മൾ ഫോൺ ചെയ്യല്ല, മെയിൽ ചെയ്യല്ല, ഡയറക്ട്ലി പോവാണ് അല്ലെ? സോ ഹൈ റെസ്പോൺസ് റേറ്റ് ആയിരിക്കും. Then offer the facility of asking all types questions. നമുക്ക് എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം. Then better method of framing open-ended questions. നമുക്കറിയാം, നമ്മൾ ഡയറക്ട്ലി പോയിട്ട് ചോദിക്കണതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കാം അല്ലേ? നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. 10th എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത്, അതിലേത് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ക്ലിയർ ആയിട്ട് ഓപ്പൺ എൻഡഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Then possible to collect supplementary informations. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസും നമുക്കൊരു എയിം ഉണ്ടാവും, ഇന്ന ആൻസർ കിട്ടണം എന്നുള്ളൊരു എയിം ഉണ്ടാവും അല്ലെ? അതിന് വേണ്ടിയിട്ട് സപ്ലിമെന്ററി ഇൻഫർമേഷൻസും നമുക്ക് കിട്ടും. ഇപ്പൊ ചില കുട്ടികൾ പറയും, എനിക്ക് ഹ്യൂമാനിറ്റീസിലെ എക്കണോമിക്സ് ആണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ജിയോഗ്രഫി ആണ് കൂടുതൽ ഇഷ്ടം. അതെന്താണ്? നമുക്കൊരു സപ്ലിമെന്ററി ഇൻഫർമേഷൻ ആണ്. സോ വെൻ വി ആർ ഗോയിങ് ടു ടേക്കിംഗ് ഇന്റർവ്യൂ ഡയറക്ട്ലി, വൺ ഓഫ് ദ ബെസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് സപ്ലിമെന്ററി ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഫൈൻ. സോ 4 മെത്തേഡ് എന്തൊക്കെയായിരുന്നു? ഹയസ്റ്റ് റെസ്പോൺസ് റേറ്റ് ആണ്, റെസ്പോൺസ് റേറ്റ് കൂടുതലാണ്. നമുക്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ക്ലോസ് എൻഡഡ് അല്ല, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ഓൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്ലാരിറ്റിയോടും ക്വാളിറ്റിയോടും കൂടി നമുക്ക് ചോദിക്കാം. ദെൻ പോസിബിൾ സപ്ലിമെന്ററി ഇൻഫർമേഷൻ ഇസ് ഗെറ്റിംഗ്. നമുക്ക് സപ്ലിമെന്ററി ഇൻഫർമേഷൻസും ഇതോടൊപ്പം തന്നെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇത്രയും പേഴ്സണൽ ഇന്റർവ്യൂസിന് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് ഡിസഡ്വാൻറ്റേജസ്? നോക്കൂ, ഇറ്റ് ഈസ് എക്സ്പെൻസീവ് അല്ലേ? കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് പോകണം അല്ലെ? ഡാറ്റ കളക്ട് ചെയ്യാൻ നമ്മൾ ഓരോ സ്ഥലത്ത് പോകണം. സോ ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് അല്ലെ? നമ്മൾ ഒരു വീട്ടിൽ പോകണം, 10 മിനിറ്റ് ഒരു ചോദ്യം ചോദിക്കണം, അടുത്ത വീട്ടിൽ പോകണം, അഗെയിൻ 10 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ചോദിക്കണം. സോ ഇറ്റ് വിൽ ബി ടൈം കൺസ്യൂമിങ്. ദെൻ മോർ ചാൻസ് ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ്. അപ്പൊ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അല്ലെ? റെസ്പോണ്ടൻസിനെ നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ അത് അങ്ങനെ പറയൂ എന്നൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലെ? ഹ്യൂമാനിറ്റീസ് ഇഷ്ടമായിട്ടാണോ എടുത്തത്? അപ്പൊ നമുക്ക് ഇഷ്ടമായിട്ടാണ് എന്നായിരിക്കണം നമുക്ക് കേൾക്കേണ്ടത്. പക്ഷെ അവർ പറയണു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഇഷ്ടമായിട്ടാണ് എന്നൊക്കെ പറയൂ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ വെൻ ദ ഏരിയ ഈസ് ലാർജ്. ഇപ്പൊ നമ്മുടെ ലൊക്കാലിറ്റി ഭയങ്കര വലുതാണെങ്കിൽ, വെൻ ഇറ്റ് ഈസ് ലാർജ് ഇറ്റ് ഈസ് ഇംപോസിബിൾ. അത് ഇത്രയും വീട്ടിൽ കയറി ചോദിക്കുക എന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. So these are the main 4 disadvantages. So we have 4 advantages, that is നമുക്ക് relevant ആയിട്ടുള്ള ഡാറ്റ കിട്ടും, ഹൈ റെസ്പോൺസ് റേറ്റ് ആണ്, അഡീഷണൽ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുമെങ്കിലും അത് ടൈം കൺസ്യൂമിംഗ് ആണ്, അതോടൊപ്പം തന്നെ എക്സ്പെൻസീവ് ആണ്. ജിയോഗ്രഫിക്കൽ ഏരിയ ലാർജ് ആണെങ്കിൽ അത് സ്യൂട്ടബിൾ അല്ല, ആൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ? ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ക്ലിയർ ആയില്ലേ? Then what are the advantages and disadvantages of mailing questionnaire? അപ്പൊ എന്തായിരുന്നു മെയിലിംഗ് questionnaire? We will prepare a bunch of questions അല്ലെ? ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. ആ പ്രിപ്പയർ ചെയ്ത് വെച്ച ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? അവർക്ക് മെയിൽ ചെയ്യും. പക്ഷെ അതിലൊരു ക്ലോസ് ഉണ്ടാവും. എന്താണ്? You want to send them back
after filling the application or the survey form എങ്ങനെ with a specified time അല്ലേ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത് ആൻസർ ചെയ്തിട്ട് തിരിച്ചയക്കണം എന്നുള്ളൊരു ക്ലോസ് വെച്ചിട്ടാണ് നമ്മൾ മെയിൽ ചെയ്യുക. സോ ഈ മെയിലിംഗ് ക്വസ്റ്റ്യനെയറിനും ലൈക്ക് പേഴ്സണൽ ഇന്റർവ്യൂ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ എന്തൊക്കെയായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം കേട്ടോ. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് അല്ലേ. ഇപ്പൊ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്ട്ലി പോയി എടുക്കണം. പക്ഷെ ക്വസ്റ്റ്യനെയർ നമുക്ക് ഒറ്റ തവണ തന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ഒറ്റ സമയത്ത് മെയിൽ ചെയ്യാം. സോ ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്, പോകേണ്ട ആവശ്യമില്ല. ഓൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ് അല്ലെ, ദൂരെയുള്ള ഏരിയാസിലേക്കും നമുക്ക് എത്തണമെങ്കിൽ ക്വസ്റ്റ്യനെയർ മെയിൽ ചെയ്താൽ മതി. ഡസ് നോട്ട് അലോ ഇൻഫ്ലുവൻസിങ് ഓഫ് റെസ്പോണ്ടന്റ്. ഇവിടെ എന്താണ്, നമ്മൾ റെസ്പോണ്ടന്റിനെ കാണുന്നില്ല, സോ നമുക്ക് അവരെ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. Then മെയിൻറ്റെയിൻ അനോണിമിറ്റി ഓഫ് റെസ്പോണ്ടൻസ്. ഓക്കെ, ഒരു അനോണിമിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ബെസ്റ്റ് മെത്തേഡ് ഇൻ കേസ് ഓഫ് സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഗിവ് ഇനഫ് ടൈം ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മളുടെ അടുത്ത് നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പറയുന്നതും നമുക്കൊരു ഫോം തന്ന് നിങ്ങൾ മെല്ലെ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഉത്തരം പറയുന്നതും വ്യത്യാസം ഉണ്ടാവും അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനെയർ മെത്തേഡില് നമുക്ക് മെല്ലെ സാവധാനം ആൻസർ ചെയ്താലായിട്ട് മതി. വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കൂ. not suitable when the respondent are illiterate. നമ്മൾ സപ്പോസ് നമ്മൾ മെയിൽ അയച്ചു, പക്ഷെ ആ അയച്ച ആള് ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ, ഓക്കെ, സാക്ഷരത ഇല്ലെങ്കിൽ എന്താണ്, അയാൾക്ക് അത് തിരിച്ച് എഴുതി അയക്കാനായിട്ട് പറ്റുമോ? ഇല്ല. സോ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ ഇത് വർക്ക്ഔട്ട് ആവില്ല. മോർ ടൈം ടു റെസ്പോണ്ട് അല്ലേ, നമ്മളിത് അയച്ച അപ്പൊ തന്നെ അവർ അയക്കില്ല, നമുക്കൊരു 1 month ഒക്കെ നമ്മൾ ഗ്യാപ്പ് വെക്കും. സോ നമുക്ക് റെസ്പോൺസ് കിട്ടാൻ ടൈം എടുക്കും. Then നോ പ്രൊവിഷൻ ഫോർ ക്ലാരിഫയിങ് ഡൗട്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ഒരാൾ ഡയറക്ട്ലി വന്ന് ചോദിക്കുമ്പോൾ വെദർ വി ഹാവ് എനി ഡൗട്ട് വി ക്യാൻ ക്ലാരിഫൈ ഇമീഡിയറ്റ്ലി. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്യാം. പക്ഷെ മെയിൽ അയക്കുകയാണെങ്കിലോ നമുക്ക് ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? അവരെന്താണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവോ? ഇല്ല. സോ ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട് ഈസ് നോ പോസിബിൾ. ദെൻ റിയാക്ഷൻസ് cannot be watched. ചിലപ്പോൾ നമുക്ക് ഒരു റിയാക്ഷനിൽ നിന്നും ആൻസർ എഴുതാനായിട്ട് പറ്റും, പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ നമുക്ക് റിയാക്ഷൻസ് കാണാൻ സാധിക്കില്ല. ദെൻ റെസ്പോൺസ് റേറ്റ് മേ ബി കമ്പാരിറ്റീവ്ലി ലോ. നമുക്കൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് എന്താണ് സ്കാം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, തിരിച്ചയക്കണമെന്നില്ല. നമ്മുടെ മെയിലിൽ നിന്നും നമ്മൾ തിരിച്ചൊരു മെയിൽ അയക്കില്ല. അപ്പോൾ റെസ്പോൺസ് കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും, ലോ ആയിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഇത്രയുമാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. സോ എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് മനസ്സിലായി. പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറഞ്ഞു. ദെൻ ക്വസ്റ്റ്യനെയർ മെത്തേഡ് ആണ്, ഇതിന്റെയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പറഞ്ഞു. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു 3-4 പോയിന്റ്സ്, ഒരു 4 പോയിന്റ്സ്, അഡ്വാൻറ്റേജസ് ഒരു 4 പോയിന്റ്സ്, ഡിസ്അഡ്വാൻറ്റേജസ് ഒരു 4 പോയിന്റ്സ് എന്ത് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. അതായിരിക്കും എക്സാമിന് എപ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കുക. ഫൈൻ. ദെൻ ടെലിഫോൺ ഇന്റർവ്യൂസ്. നമ്മൾ എന്തായിരുന്നു ടെലിഫോൺ ഇന്റർവ്യൂസ്? വി ആർ ആസ്കിങ് ദ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ത്രൂ ദ കോൾസ് അല്ലേ, ഫോൺ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ ആണ് നമ്മുടെ ടെലിഫോണിക് ഇന്റർവ്യൂസ്. ഡാറ്റ കളക്ട് ചെയ്യാണ്. സോ വാട്ട് ഈസ് ഇറ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വന്നെന്താ, റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് അല്ലേ, അതും അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. റിലേറ്റീവ്ലി ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടന്റ്. ഡയറക്ട്ലി പോയി ചോദിക്കുന്നതും ഫോൺ ചെയ്ത് ചോദിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ അധികം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല, ലെസ് ഇൻഫ്ലുവൻസ് ആണ്. ഫൈൻ. ദെൻ ഫെസിലിറ്റേറ്റ് ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട്. പെട്ടെന്ന് ഫോൺ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റിലേറ്റീവ്ലി ഹൈ റെസ്പോൺസ് റേറ്റ്. നമ്മൾ അപ്പം തന്നെ വിളിച്ചു ചോദിക്കുകയാണ് അല്ലേ, അപ്പം നമ്മൾ എന്ത് പറയും, സർ ഓർ മാഡം ഒരു 5 minutes ഞങ്ങൾക്ക് വേണ്ടി തരണം, വി ആർ ദ സ്റ്റുഡൻസ് ഓഫ് ദിസ് സ്കൂൾ, വി വാണ്ട് ടു കളക്ട് സം ഇൻഫർമേഷൻസ്. അപ്പം എന്താണ് ഇവിടെ ഹൈലി റെസ്പോൺസ് റേറ്റ് ആണ്. ക്വസ്റ്റ്യനെയർ പോലെയല്ല, ഇവിടെയും ഹൈലി റെസ്പോൺസ് റേറ്റ് ആണ്. Can
ബി കണ്ടക്റ്റഡ് ഇൻ എ ഷോർട്ടർ ടൈം അല്ലെ. അപ്പൊ നമുക്ക് ഒരാൾക്ക് നമുക്ക് 2-3 മിനിറ്റ് മതി. അപ്പൊ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ നമുക്ക് കോൾ ചെയ്ത് ഇതാക്കാം. നേരിട്ട് പോകണമെന്നില്ല, ബാംഗ്ലൂരോ ദുബായിലോ എവിടെ ഇരിക്കുന്ന ആളെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്റർവ്യൂ എടുക്കാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദ മേജർ ഡിസ്അഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ് മേജർ ഡിസ്അഡ്വാൻറ്റേജസ്? ലിമിറ്റഡ് യൂസ് അല്ലെ, നമുക്ക് എന്താണ് എപ്പോഴും ഇത് പറ്റണമെന്നില്ല. റിയാക്ഷൻസ് കനോട്ട് ബി വാച്ച്ഡ് അല്ലെ, നമ്മുടെ മെയിലിംഗ് ക്വസ്റ്റ്യനെയർ പോലെ തന്നെ നമ്മൾ ഫോൺ ചെയ്തിട്ടാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് റിയാക്ഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല. ദെൻ ചാൻസ് ഓഫ് ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടന്റ്, ഇവിടെ നമ്മൾ ലെസ് എന്നാണ് പറയണത് അല്ലെ, ലെസ് ആണ് എന്ന് പറഞ്ഞാൽ ചാൻസ് ഇല്ല എന്നല്ല, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പേഴ്സണൽ ഇന്റർവ്യൂസ് എന്താണ്, സെക്കൻഡറി ഇൻഫർമേഷൻസിന്റെ അല്ല പ്രൈമറി ഇന്റർവ്യൂസിന്റെ പേഴ്സണൽ ഇന്റർവ്യൂസ് എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനെയർ മെത്തേഡ്സിന്റെ ടെലിഫോൺ മെത്തേഡ്സിന്റെ. അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പഠിച്ചു. അപ്പൊ നമ്മൾ സർവേ പഠിച്ചു, അതേപോലെ വേരിയബിൾ പഠിച്ചു, സർവേയുടെ ഡിഫറെന്റ് ടൈപ്സ് പഠിച്ചു, ക്വസ്റ്റ്യനെയർ ക്ലോസ് എൻഡും ഓപ്പൺ എൻഡും പഠിച്ചു, അതേപോലെ തന്നെ പ്രൈമറി ഡാറ്റ കളക്ഷന്റെ 3 മെത്തേഡ്സ് എന്താണ് അതിന്റെ എക്സ്പ്ലനേഷനും പഠിച്ചു. അപ്പൊ ഇത്ര നേരം പഠിച്ചത് ക്ലിയർ അല്ലേ?